നമസ്തേ. ഗുരുഹിതത്തിലേക്കും ഗുരുഹിതം അവതരിപ്പിക്കുന്ന പ്രഭാഷണത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഈ അണ്ടകടാഹം ഒരു മഹാപ്രവാഹമാണ്, അനസ്യൂതമായ അറിവിൻ്റെ മഹാപ്രവാഹം. ഈ പ്രവാഹ വേഗമാണ് ഈ കാണപ്പെടുന്നതിനെയൊക്കെയും ഇപ്രകാരത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത്, അഥവാ അതിന് കാരണമാകുന്നത്. കാണപ്പെടുന്നതും നമുക്ക് കാണപ്പെടാത്തതുമായിരിക്കുന്നതുമൊക്കെ യഥാർത്ഥത്തിൽ അറിവ് മാത്രമാണ്. കാണപ്പെടുന്നത് അഥവാ നാം നാമരൂപങ്ങൾ നൽകി അലങ്കരിച്ചു നിർത്തിയിരിക്കുന്ന ഓരോന്നും, അതുപോലെ നാമരൂപങ്ങൾക്ക് അതീതമായി കാണപ്പെടാതെ എന്നാൽ കാണപ്പെടുന്നവയ്ക്കൊക്കെ കാരണമായി അതിന് പിന്നിൽ വർത്തിക്കുന്ന ഓരോന്നും സത്യത്തിൽ അറിവ് മാത്രമാണ്. കൊച്ചു കൊച്ചു അറിവുകളുടെ സംഘാതമാണ് പൂർണ്ണമായ അറിവ്. അതിനുവേണ്ടിയാവണം മനുഷ്യൻ്റെ അന്വേഷണത്വര നൃത്തം ചെയ്യുവാൻ. അറിവെത്ര ലളിതമാണ്, അറിവെത്ര മനോഹരമാണ്, അറിവെത്ര ആനന്ദദായകമാണ്. ഈ പ്രഭാഷണം നമുക്കൊന്ന് കേട്ടുനോക്കാം. 3 തവണ വേങ്ങര MLA ആയിരുന്ന സാമാജികൻ ദൈവസ്നേഹം തൻ്റെ അനുഭൂതിയായി, തൻ്റെ ചൈതന്യമായി അനുഭവിക്കുകയും കേൾവിക്കാരനെ അത് അനുഭവിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന വാഗ്മേകലയുടെ ആചാര്യൻ, ആദരണീയനായ അഡ്വക്കേറ്റ് KNA ഖാദർ. ലെറ്റ് us enjoy the video. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സേവാസമിതിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ N ശശീന്ദ്രൻ, പ്രിയപ്പെട്ട സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി സേവാസമിതി സ്വാമി പ്രണവാനന്ദ, ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ പോകുന്ന റവറൻ ഫാദർ കോശി മാത്യു, വികാരി കാദിശ ഓർത്തഡോക്സ് കത്തീഡ്രൽ കായംകുളം, മഹാസമാധി സന്ദേശം നൽകുന്ന അഡ്വക്കേറ്റ് TK ശ്രീനാരായണദാസ്, ആചാര്യ സുചിരാമയി ദേവി, ശ്രീമദ് സ്വാമി ഗുരു ജ്ഞാനാനന്ദൻ, മാസ്റ്റർ ജയദേവ് ശങ്കർ, ആത്മാനന്ദമയി ദേവി തുടങ്ങി ഈ സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായ മഹത് വ്യക്തികളെ ഈ മഹാസമാധി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിലും ഏറെ ദൂരം യാത്ര ചെയ്തിട്ടാണെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിലും നിങ്ങളോട് എൻ്റെ ചില ചിന്തകൾ പങ്കുവെക്കാൻ അവസരമുണ്ടായതിലും ഞാൻ ഏറെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. മനുഷ്യജീവിതം വളരെ ചെറുതാണ്. മനുഷ്യജീവിതം തീർച്ചയായും അവൻ്റെ ഭൗതിക ജീവിതം വളരെ ചെറുതാണ്. സാധാരണഗതിയിൽ ഒരു കേരളീയൻ്റെ ശരാശരി ആയുസ് 70 വർഷമാണ്. അതിൽ കൂടുതൽ ജീവിക്കുന്നവരും കുറച്ച് ജീവിക്കുന്നവരും ഉണ്ട്. ഈ ശരാശരി 70 വയസ്സെന്ന് പറഞ്ഞാൽ 25,567 ദിവസമാണ്. 25,567 ഡേയ്സ്. ആ 25,567 ദിവസങ്ങളിൽ 8,000 ദിവസം ഞാനും നിങ്ങളും ഉറങ്ങുകയാണ്. വേറെ ഒരു 8,000 ദിവസം ആഹാരത്തിനും വസ്ത്രധാരണത്തിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുകയാണ്. ബാക്കി നമുക്ക് വളരെ സജീവമായി ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ കിട്ടുന്നത് വേറെ ഒരു 8,000 ദിവസം മാത്രമാണ്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് വയലാർ പാടാനുള്ള കാരണവും അതാണ്. മനോഹരമായ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു ജീവിതം വീണ് കിട്ടിയിട്ടുണ്ട്. ആ ജീവിതത്തെക്കുറിച്ച് മനുഷ്യർ ഏത് കാലത്തും അവനുണ്ടായത് മുതൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ചിന്ത പൂവിട്ട് പുഷ്പിച്ച് ഒരു മഹാവൃക്ഷമായി അതിൽ നിന്ന് പൂക്കളും കായ്കനികളും വരുന്നത് പോലെ തപസ്സികളായ ജ്ഞാനികളായ മഹർഷിവര്യന്മാരും പ്രവാചകന്മാരും ഉണ്ടാവുന്നു. അവർ സഹജീവികളെ നേർവഴിക്ക് നയിക്കുന്നു. അങ്ങനെ നാം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. മനുഷ്യൻ, ജഗത്ത്, ഈശ്വരൻ, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചവരാണ് എല്ലാ മഹർഷിമാരും, എല്ലാ പ്രവാചകന്മാരും, എല്ലാ ഗുരുനാഥന്മാരും. മനുഷ്യൻ എന്താണ്? ജഗത്ത് എന്താണ്? ഈശ്വരൻ ആരാണ്? എന്താണ്? മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ്?
ജഗത്തും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവയുടെ ആവിർഭാവം എങ്ങനെ, നിലനിൽപ്പ് എങ്ങനെ, അവസാനം എങ്ങനെ, പുനരുജ്ജീവനം എങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാൻ ശ്രമിച്ചവരും അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തിയവരുമാണ് ഗുരുനാഥന്മാർ. ശ്രീനാരായണ ഗുരുദേവൻ ആ മഹാമനീഷിയുടെ ആദർശങ്ങളിലും ആശയങ്ങളിലും താല്പര്യമുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേർന്നത്. ശരിക്കും നാളെ ഉച്ചയോടുകൂടി മാത്രമേ ഞാൻ തിരിച്ച് വീട്ടിലെത്തുള്ളൂ. നിങ്ങളെല്ലാം ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് പിരിഞ്ഞു പോകും. അങ്ങനെയുള്ള മഹാമനീഷികളായ ആളുകൾ, മഹാരഥന്മാരായ ആളുകൾ, അവരെ എങ്ങനെ വിശേഷിപ്പിച്ചാലും മതിയാവില്ല. അവരുടെയൊക്കെ ആശയങ്ങളും ആദർശങ്ങളും നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കാറുണ്ട്. സ്വാഭാവികമായും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളും ആദർശങ്ങളും സ്വാധീനിച്ചത് കൊണ്ടാണ് ഞാൻ ഇതുമായി ബന്ധപ്പെടാൻ വാസ്തവത്തിൽ ആഗ്രഹിച്ചത്. അതുപോലെ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു, യെശയ്യാ പ്രവാചകൻ്റെ 43-ാം വചനം ഒരു ദിവസം ബൈബിളിൽ ആദ്യമായി കണ്ടപ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണ് എന്നൊക്കെ തുടങ്ങുന്ന ആ യെശയ്യാ പ്രവാചകൻ്റെ 43-ാം വചനം കണ്ടപ്പോൾ ബൈബിളിലും യേശുവിലും നമ്മൾ ആകൃഷ്ടരാകുന്നത് പോലെ ഞാൻ അതിനും എത്രയോ മുമ്പേ ബൈബിളിലും ജീസസ് ക്രൈസ്റ്റിലുമൊക്കെ ആകൃഷ്ടനാണ്. തീർച്ചയായും ഞാനൊരു ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ളവരുടെ കുടുംബത്തിൽ ജനിച്ചവനാണ്. എനിക്ക് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബിയും അതുപോലെ തന്നെ സുപ്രധാനമാണ്. ആ ആദർശങ്ങളിൽ വിശ്വസിക്കുകയും ആ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ഗുരുവചനം എല്ലാ മതങ്ങളെയും സമന്വയിപ്പിക്കുന്ന ഒന്നാണ്. എല്ലാ മതങ്ങളെയും സമന്വയിപ്പിക്കാൻ കഴിയോ എന്ന് ഗുരുവിനോട് ചോദിച്ചവരുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് മനസ്സിലാക്കാം. പക്ഷെ ഒരു മതം എങ്ങനെ എല്ലാവർക്കും ഒരു മതമാകും എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത്, വൈഷ്ണവരും ശൈവരും ഗാണവത്യത്തിൽ വിശ്വസിക്കുന്നവരും ചാർവാകന്മാരും ഒക്കെ ചേർന്ന് ഒരു ധാരയായി ഒഴുകാമെങ്കിൽ ഹിന്ദുവിനും ക്രിസ്ത്യനും മുസൽമാനും ഒക്കെ ഒരു ധാരയായി ഒഴുകിക്കൂടെ എന്നാണ് ഗുരു ചോദിച്ചത്. ഹൈന്ദവ സംസ്കാരത്തെ, ഹൈന്ദവ സിദ്ധാന്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് പലതരത്തിലുള്ള വിഭാഗങ്ങളുടെ ഒരു പൊതുധാരയാണ്. അതിൽ ശൈവരുണ്ട്, വൈഷ്ണവരുണ്ട്, ഗാണപത്യം ഉണ്ട്, ശാക്തേയമുണ്ട്, താന്ത്രിക്കുണ്ട്, അങ്ങനെ ഒരുപാട് വിശ്വാസ പ്രമാണങ്ങളും രീതികളും സിദ്ധാന്തങ്ങളും ഉണ്ട്. അവയെല്ലാം ഒരുമിച്ചൊരു പ്രവാഹമായി ഭാരതീയ തത്വചിന്തയായി ഒഴുകുകയാണ്. അതുപോലെ ഇതര മതങ്ങൾക്കും ഒഴുകിക്കൂടെ എന്നാണ് ഗുരു ചോദിച്ചത്. ഗുരു ആരാണ്? ഗുരു ഒരു ആത്മീയ ഗുരുവാണോ? അതോ ഗുരു ഒരു വിദ്യാഭ്യാസ വിചക്ഷണനും കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യം കാണിച്ചിരുന്ന ആളുമാണോ? ഗുരു ഒരു വ്യവസായ പ്രമുഖനാണോ? ഗുരു എല്ലാ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഗുരുവാണ് ഗുരു. ആ ഗുരു പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, താന്ത്രികാണെന്ന് പറയാം, തന്ത്രിയാണെന്ന് പറയാം, നിത്യപൂജ നടത്തിയത് കൊണ്ട് പൂജാരിയാണെന്ന് പറയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് കൊണ്ട് വിദ്യാഭ്യാസ വിചക്ഷണനാണെന്ന് പറയാം, വ്യവസായികളുടെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ച് വ്യവസായങ്ങൾ ഉണ്ടാക്കാൻ പ്രവർത്തിച്ചതുകൊണ്ട് ഒരു വ്യവസായ രംഗത്ത് മനുഷ്യരെ കൊണ്ടുവന്ന ആളാന്ന് പറയാം. അതുപോലെ സ്കോളർഷിപ്പൊക്കെ ആദ്യം നടപ്പിലാക്കിയിട്ടുള്ള ആൾ ഗുരുവാണ്. സ്ത്രീകളുടെ സമ്മേളനമൊക്കെ ആദ്യം വിളിച്ചു കൂട്ടിയിട്ടുള്ള ആൾ ഗുരുവാണ്. കുമാരനാശാനെയൊക്കെ ഡോക്ടർ പൽപ്പുവിൻ്റെ സഹായത്തോടു കൂടി പഠിപ്പിക്കാനും ഒക്കെ ചാമരാജ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയത് അവർ നടരാജ ഗുരുവിൻ്റെ വിദേശത്ത് ഉള്ള ഇതിങ്ങനെ പല കാര്യങ്ങളിലും സ്കോളർഷിപ്പും സഹായങ്ങളും നൽകി അറിവുണ്ടാക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ജ്ഞാന സമ്പാദനമാണ് എന്ന് കരുതിയതും ഗുരുവാണ്. അപ്പോൾ ആ ഗുരു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ച് കടന്നുപോയ ഒരു മഹാമനീഷിയാണ്. ആ ഗുരുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 50 കൊല്ലം യാതൊരു രഹസ്യങ്ങളും ഇല്ലാതെ മനുഷ്യരുടെ ഇടയിൽ പരസ്യമായി ജീവിച്ച് കാണിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഗുരു ആ 50 വർഷക്കാലത്തിനിടക്ക് ഒരു മനുഷ്യർക്ക് ഒരു കുറ്റം ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലാത്തൊരു
മഹാമനീഷിയാണ് ഗുരു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ ഗുരുവിൻ്റെ ആശയങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമാണ്. ഏത് കാലഘട്ടത്തെക്കാളും ഇന്നാണ് ഗുരു കൂടുതൽ കൂടുതൽ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ വംശം കലഹിക്കുന്ന ഒരു കാലമാണ്. രാഷ്ട്രം രാഷ്ട്രത്തോട് കലഹിക്കുന്നു, ജാതി ജാതിയോടും മതം മതത്തോടും പാർട്ടി പാർട്ടിയോടും രാഷ്ട്രീയം ഇതര രാഷ്ട്രീയക്കാരോടും ഒക്കെ കലഹിച്ചുകൊണ്ടിരിക്കുന്ന, വംശീയമായും ഭാഷാപരമായും എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായും സൈനികമായും കലഹം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യബന്ധങ്ങളെല്ലാം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഗുരുവിനെ പോലുള്ള ഒരാളിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ തത്വചിന്തകളിലൂടെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് അത്യാവശ്യമായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല മതസാരവും ഏകമെന്നു പാരാ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ട് അലയാതെ അമർന്നിടണമെന്ന ഗുരു പറഞ്ഞു. പല മതങ്ങളുടെയും സാരം ഒന്നാണ്. അത് മനസ്സിലാക്കാതെ ഉള്ള ആളുകളെ കുറിച്ച് ഗുരു പറയുന്നത് പാമരന്മാർ. അവർ പലവിധ യുക്തി പറഞ്ഞ് പരസ്പരം കലഹിക്കുന്നു, അങ്ങനെ അലഞ്ഞിടുകയാണ്. അതുപോലെ നമ്മൾ അലയരുത്, നമ്മൾ ശാന്തരായിരിക്കണം. പല മതസാരവും ഒന്നാണെന്നാണ് ഗുരു സമർത്ഥിച്ചത്. പൊരുതു ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല എന്നാണ്. പൊരുതു ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല. പരമതവാദി തോർത്തിടാതെ പാഴെ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം എന്നാണ്. പരമതവാദി എന്ന് പറഞ്ഞാൽ അന്യമതത്തെ ഇകഴ്ത്തുന്ന ആളുകൾ ഇത് മനസ്സിലാക്കാതെ മറ്റ് മതങ്ങളോട് കലഹിക്കുകയും അങ്ങനെ പൊലിഞ്ഞു പോവുകയും നശിച്ചു പോവുകയും ചെയ്യുന്നു. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ആദ്യമേ വേണം എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഈ പല മതസാരവും ഒന്നാണ്, ദൈവം ഒന്നാണ്. ഗുരുവിൻ്റെ സിദ്ധാന്തത്തെ പൊതുവെ നമ്മൾ അദ്വൈതം എന്ന് പറയും. അദ്വൈതത്തിൻ്റെ പ്രായോഗികമായ രൂപമാണ് ഗുരു വാസ്തവത്തിൽ ജനമധ്യത്തിൽ കാണിച്ചു കൊടുത്തത്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് അദ്വൈതം പ്രാവർത്തികമാക്കുന്നത്, എങ്ങനെയാണ്? ഒരു ദൈവമാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഒരു ദൈവം സൃഷ്ടിച്ചതാണ് നമ്മളെല്ലാവരെയും, ഒറ്റ ദൈവം സൃഷ്ടിച്ചാണ്, വേറെ ദൈവമില്ല. ആളുകൾ കലഹിക്കുന്നത് ആ ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ ആ ദൈവത്തിനെ അള്ളാഹു എന്ന് വിളിക്കുക. അതൊരു അറബിക്ക് വാക്കാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ ഇലാഹാണ്. സെമിറ്റിക് റിലിജനാണ്, അല്ലെങ്കിൽ അബ്രാമി മതങ്ങളാണ് ക്രിസ്ത്യാനിറ്റി, ഇസ്ലാമും ജൂതന്മാരെന്നൊക്കെ പറയുന്നത്. അബ്രഹാം എന്ന് പറയുന്ന പൂർവ്വപിതാവിൽ നിന്ന് വന്ന സന്തതി പരമ്പരകളാണ്. ആ അബ്രഹാമിൻ്റെ സന്തതികളുടെ പരമ്പരകളായിട്ട് വരുന്ന ഈ അബ്രാമി മതത്തിൽപ്പെട്ട ആൾ അന്നത്തെ അവിടെ ഇലാഹ് എന്നാണ്, അൽ ഇലാഹാണ്. അതാണ് അള്ളാഹു. അള്ളാഹു എന്ന് അറബി ഭാഷയിൽ ദൈവത്തിനെ വിളിക്കുന്ന പേരാണ്. രാമൻ എന്ന് വിളിക്കുന്നവരുണ്ട്, കൃഷ്ണൻ എന്ന് വിളിക്കുന്നവരുണ്ട്, ഗുരു എന്ന് വിളിക്കുന്നവരുണ്ട്, യേശു എന്ന് വിളിക്കുന്നവരുണ്ട്, പിതാവേ എന്ന് വിളിക്കുന്നവരുണ്ട്, മാതാവേ എന്ന് വിളിക്കുന്നവരുണ്ട്. നമ്മൾ നമ്മളുടെ കലഹം ഏത് വിളിയാണ് ശരിയുന്നത്? ദൈവത്തിൻ്റെ പേരെന്താണ്? സത്യത്തിൽ എന്താ? ദൈവത്തിന് പേരില്ല. നോ നെയിം അറ്റ് ഓൾ. ദൈവത്തിനൊരു പേരില്ല. ആര് പറഞ്ഞു ദൈവത്തിന് പേരുണ്ടെന്ന്? ആരാ ദൈവത്തിന് പേരിടുക? ആരാണ് ദൈവത്തിന് പേരിടുക? ദൈവത്തിന് എന്ത് പേര്? ദൈവത്തിനൊരു പേരുമില്ല. ഈ ലോകത്ത് ജനിച്ച് മരിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നവരും വരാൻ പോകുന്നവരുമായിട്ടുള്ള മനുഷ്യർ അവരുടെ സൗകര്യം അനുസരിച്ച്, അവരുടെ ഭാഷ അനുസരിച്ച്, അവരുടെ പ്രദേശം അനുസരിച്ച് അവരുടെ സങ്കല്പത്തിലുള്ള ദൈവത്തിന് ഓരോ പേര് വിളിച്ചു. ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ സ്വീകരിച്ചു. എന്നാൽ മൂല്യങ്ങൾ എല്ലാവർക്കും ഒന്നാണ്. അതാണ് ഗുരു പറഞ്ഞത്, മതങ്ങൾ തമ്മിൽ കലഹിക്കാതിരിക്കാനുള്ളൊരു മാർഗം മതം ആചാരമല്ല, മൂല്യമാണ് എന്ന് മനസ്സിലാക്കണമെന്നാണ് ഗുരുവിൻ്റെ സിദ്ധാന്തം. സത്യം, നീതി, ദയ, അഹിംസ ഇതൊക്കെയാണ്. കൃപണത വിട്ട് കൃപാലു ചെയ്തിട്ടെന്ന് പറയില്ല. കൃപണത ഉണ്ടാകാൻ പാടില്ല, കൃപാലുവായിരിക്കണം. ഒരു പീഡ ഉറുമ്പിനും വരാതെ നോക്കണം. അത് മാത്രമല്ല, നിൻ തിരുമൈ വിട്ട് അകലാത്ത ചിന്തയും ഒരിക്കലും നിന്നെ വിസ്മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്. അപ്പം ദൈവം എന്ന് പറഞ്ഞ ആ ഏകനായ ദൈവത്തെ പല പേരുകളിൽ വിളിച്ചാലും ആ ദൈവത്തിന് പല പേരുകളും ഒരേ മതത്തിൽ തന്നെ ഉണ്ട്. ഇസ്ലാമിൽ തന്നെ ഏതാണ്ട് 99 പേരൊക്കെ ദൈവത്തിനെ വിളിക്കും. അതേമാതിരി ഓരോ മതത്തിലും ഒരുപാട് പേരുകൾ ഒരേ ദൈവത്തിനുണ്ട്. അപ്പം ദൈവം സൃഷ്ടിച്ചവരാണ് നമ്മളെല്ലാവരും, എല്ലാ മനുഷ്യരും. അത് അതിൻ്റെ അന്തസത്ത തുറന്ന് കാണിച്ച ഒരു മഹത് വ്യക്തിയാണ് വാസ്തവത്തിൽ ശ്രീനാരായണ ഗുരു എന്ന് പറയാൻ നമുക്ക് യാതൊരു പ്രയാസമില്ല. അപ്പോൾ എല്ലാ മതങ്ങളും വിഭാവനം ചെയ്യുന്ന എല്ലാ സങ്കല്പങ്ങളുടെയും കേന്ദ്രബിന്ദു ഒരു ദൈവമാണ്, ഏകനായ ദൈവമാണ്. ആ ദൈവം വെളിച്ചമാകുന്നു, ആ ദൈവം സ്നേഹമാകുന്നു, ആ ദൈവം ജ്ഞാനമാകുന്നു, ആ ദൈവം ശക്തിയാകുന്നു, ആ ദൈവം ആനന്ദമാകുന്നു. ഇങ്ങനെ ഒരുപാട് സവിശേഷ
സവിശേഷതകൾ ആ ദൈവത്തിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ചെറുപ്പകാലത്ത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ദൈവം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ പറയാറുണ്ട്, ദൈവത്തിന് കണ്ണില്ല, ദൈവത്തിന് കാതില്ല, ദൈവത്തിന് രൂപമില്ല, നിരാകാരനാണ്. അപ്പോൾ ആ ദൈവത്തിന് കണ്ണും കാതും ഒന്നുമില്ലാതെ കാണുന്നവനും കാതില്ലാതെ കേൾക്കുന്നവനും കണ്ണില്ലാതെ കാണുന്നവനും, വാസ്തവത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാ അറിവുകളുടെയും പ്രഭാവ കേന്ദ്രം ദൈവമാണ്. ജ്ഞാനം അവിടെ നിന്നാണ്. അപ്പോൾ ആ ദൈവത്തിന് വേറൊരു കണ്ണിൻ്റെ ആവശ്യമില്ല. ഒന്നും പുതുതായിട്ട് കണ്ട് വേറൊന്നും മനസ്സിലാക്കാനില്ലല്ലോ. ദൈവം തന്നെയാണ് ജ്ഞാനം, ദൈവം തന്നെയാണ് വെളിച്ചം, അല്ലേ? ദൈവം തന്നെയാണ് വെളിച്ചം. ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്ന് ബൈബിളിൻ്റെ പഴയ നിയമത്തിലുണ്ട്. ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്ന് പറഞ്ഞാൽ അസർട്ടൈൻ ചെയ്ത് ഇനി അതിനെപ്പറ്റി കലഹിക്കേണ്ട. ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല, അതാണ് ദൈവം എന്ന് ബൈബിൾ പറഞ്ഞു. അള്ളാഹു 100 സമാവാത്തി വൽ അർദ്, അള്ളാഹു ഭൂമിയുടെയും വാനലോകങ്ങളുടെയും പ്രകാശമാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ദൈവം വെളിച്ചം ആകുന്നു, പ്രകാശമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. പ്രകാശമില്ലാത്ത അവസ്ഥക്കാണ് ഇരുട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഇരുട്ട് എന്ന് പറഞ്ഞ സാധനമില്ല. ഇപ്പോൾ ഇവിടെ ഈ ബൾബ് ഇങ്ങനെ കത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇരുട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു ടോർച്ചിൽ നിന്ന് നമുക്ക് ഇരുട്ട് പ്രവഹിപ്പിക്കാൻ കഴിയും. ഈ വെളിച്ചം കാണാതിരിക്കാൻ ഒരു ടോർച്ചിൽ ബാറ്ററി ഇട്ടാൽ ഇരുട്ടാണ് പുറത്തേക്ക് വരിക. സ്വിച്ച് ഇടുമ്പോൾ ഇരുട്ട്, ആ ഇരുട്ട് കൊണ്ട് ഇതിനെ നമുക്ക് മൂടാൻ സാധിക്കില്ല. എന്നാൽ ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, അത് ഓഫാക്കി ഇരുട്ടായി. അപ്പോൾ ആ പ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുട്ട് എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഭൗതികതയുടെയും ആത്മാവിൻ്റെയും ഒരു സമന്വയമാണ്. ആരോഗ്യകരമായ സമന്വയമാണ്, വെറും സമന്വയമല്ല, ആരോഗ്യകരമായ സമന്വയം. നമ്മളിപ്പോൾ ഈ കെട്ടിടം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? ചുമര്, ഒരു ഫൗണ്ടേഷൻ, വാതിലുകൾ, ഇതാണോ കെട്ടിടം? നമ്മൾ ഒരുപാട് വില കൊടുത്താണ് വീടുണ്ടാക്കുന്നത്. ആ വീടിന് ചുമരുണ്ടാക്കും, അല്ലേ? മനോഹരമായ ചുമരുകൾ, അതിൽ നല്ല വെന്റിലേഷൻ, നല്ല വാതിൽ, നല്ല ജനവാതിൽ, നല്ല ഫ്ലോറിങ്, നല്ല റൂഫൊക്കെ ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്നത് ആ ചുവരല്ല, നമ്മൾ ഉപയോഗിക്കുന്നത് ആ റൂഫല്ല, നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ജനവാതിലല്ല. എന്താ ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ഇടയിലുള്ള ശൂന്യ സ്ഥലമാണ് നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ചുവരല്ല, ഈ ബോഡിയല്ല, അതിനകത്തുള്ള ഈ ശൂന്യ സ്ഥലമാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ വലുതാക്കി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സ്ഥലം ഉണ്ടാവും. അപ്പോൾ അതിനകത്തുണ്ട്, ഒരു കുടത്തിനകത്തും ശൂന്യത ഉണ്ട്, അല്ലെങ്കിൽ പ്രകാശമുണ്ടെന്നൊക്കെ പറയും, ആകാശമുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മൾ ഇതിനകത്ത് എല്ലാവരും ഇരിക്കുമ്പോൾ ഈ ശൂന്യതയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത്. പക്ഷേ ഈ ശൂന്യത സൃഷ്ടിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നു? ഇതിന് ചുവരും കാര്യങ്ങളൊക്കെ വെച്ചപ്പോഴാണ് നമുക്ക് ഈ ശൂന്യത ഉപകാരപ്രദമായി തീർന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭൗതിക വസ്തു മാത്രമാണോ? എല്ലാവരും അന്വേഷിക്കുന്നത് എന്താ? എല്ലാവരും അന്വേഷിക്കുന്നത് സമാധാനമാണ്. അത് എവിടെ കിട്ടും? സന്തോഷമാണ് അന്വേഷിക്കുന്നത്, സമാധാനമാണ് അന്വേഷിക്കുന്നത്. ചിലർ കരുതുന്നത് നല്ലൊരു ജോലി കിട്ടിയാൽ സമാധാനമാകും, ഒരു കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടിയാൽ സമാധാനമാകും, ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ സമാധാനമാകും, നല്ലൊരു വീട് വെച്ചാൽ സമാധാനമാകും. ഒന്നുമില്ല, അന്നേരം ആവും. പക്ഷെ ആ സമാധാനം കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കുമ്പോൾ അതിനേക്കാൾ വലിയ വീട് അപ്പുറത്ത് കാണും. നമ്മൾ അതോടുകൂടി അസ്വസ്ഥരായി. ഈ ജോലിയേക്കാൾ വലിയ ജോലി ചെയ്യുന്നവരെ വേറെ കാണും, ഇതിനേക്കാൾ വരുമാനമുള്ളവരെ വേറെ കാണും. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ ഓടി 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 ഭൗതിക സമ്പത്തുക്കളുടെ പുറകെ ഓടി ഓടി ആ ജീവിതം അവസാനിച്ചു പോകും, എവിടെ എത്തൂല. നമ്മൾ സമ്പാദിച്ചു വെക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ലല്ലോ. നമ്മുടെ മക്കൾക്കാണ് പ്രയോജനപ്പെടുക. മക്കളും പിന്നീട് സമ്പാദിച്ചാൽ അവരുടെ മക്കൾക്കാണ് പ്രയോജനപ്പെടുക. നമ്മളുണ്ടാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭൗതിക ജീവിതവും വേറെയാണ്. ഭൗതികമായ ഈ ശരീരത്തിന് പുറമെ മനുഷ്യൻ ആരാണ്? ഒരാത്മാവ് കൂടിയാകും. നയനം ചിന്നന്തി ശസ്ത്രാണി നയനം ദഹതി പാവക എന്ന ചൈനം ക്ലേദയന്ത്യപ്പോന സോഷയതി മാരുത എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത്. അനശ്വരനായ ഒരു ആത്മാവാണ്, അനശ്വരനായ ഒരാത്മാവാണ്. അഗ്നി കൊണ്ട് കെടുത്താനാവില്ല, കരിക്കാനാവില്ല, വെള്ളം കൊണ്ട് നനയ്ക്കാനാവില്ല, കാറ്റ് കൊണ്ട് ഉണക്കാനാവില്ല, കത്തി കൊണ്ട് മുറിക്കാനാവില്ല. ബിക്കോസ് ഐ ആം ആൻ എറ്റേണൽ സോൾ. അങ്ങനെയുള്ളൊരു അനശ്വരനായ ഒരു ആത്മാവാണ് മനുഷ്യൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം നമ്മൾ എടുത്ത് നോക്കി, അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ സയൻസാണ്. ആ ശാസ്ത്രം അതേപടി നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും താർക്കികനായിരുന്നില്ല. എല്ലാ മതസ്ഥരോടും പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് ഗുരു പറഞ്ഞത് കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ്. യേശുവിനെ കുറിച്ച് ഗുരു പറഞ്ഞത് പവിത്ര പുത്രനോ എന്നാണ്. പരമേശ്വരൻ്റെ ദൈവത്തിൻ്റെ പവിത്രനായ പുത്രനാണോ
കരുണാവാൻ നബി മുത്തുരത്നമോ, ഇങ്ങനെ ഓരോ മതങ്ങളെക്കുറിച്ചും അദ്ദേഹം സങ്കല്പിച്ചിട്ടുണ്ട്. ആ ഗുരു ആരോടും തർക്കിക്കാൻ പോയിട്ടില്ല, ഒരു തർക്കം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിനോട് തർക്കിക്കാൻ വന്ന് അദ്ദേഹത്തിനോട് വേറെ ഒരു താർക്കികനായിട്ടുള്ള ഒരു സ്വാമി അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, പറഞ്ഞു, അങ്ങയുടെ ഈ ഒരു അഭിപ്രായത്തിനോടും എനിക്ക് യാതൊരു യോജിപ്പില്ലായിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞ എന്തായിരുന്നു, നമ്മളാണെങ്കിൽ ആ യോജിപ്പില്ലാത്തതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് നമ്മൾ അതിനപ്പുറം ബാധിക്കില്ലേ. ഗുരു പറഞ്ഞത് അങ്ങയോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണെന്നാണ്. ഏത്? തന്നോട് യോജിപ്പില്ല എന്ന് പറഞ്ഞ ആളോട് ഗുരു അങ്ങോട്ട് യോജിപ്പാണെന്നാണ് പറയുന്നത്. പിന്നെ എന്ത് തർക്കത്തിന് അവിടെ തന്നെ ഒരു സബ്ജക്റ്റ് ഇല്ലല്ലോ. ആലുവ ആശ്രമം തുടങ്ങിയ കാലത്ത് സി കേശവൻ ആലുവ ആശ്രമത്തിൽ ഒരുപാട് കാലമുണ്ട്. സി കേശവൻ പക്ഷേ അവിടെ ആലുവ ആശ്രമത്തിൽ ഈ സ്ത്രീകളെയൊക്കെ നെയ്ത്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനമൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് പഠിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഒരു ചുമതലക്കാരനായിട്ട് കേശവനെയാണ് അത്ര നിയോഗിച്ചിരുന്നത്. പക്ഷേ കേശവന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആശ്രമത്തിൽ വെജിറ്റേറിയനാണ് ഭക്ഷണം. കേശവന് നോൺ വെജിറ്റേറിയനായിട്ട് എന്തെങ്കിലും കിട്ടാതെ കേശവന് ശരിയാവില്ല. അതുകൊണ്ട് കേശവൻ ഉച്ചയാകുമ്പോൾ ആശ്രമത്തിൽ ജോലി വിട്ടിട്ട് പതുക്കെ ഒരു ഇക്കാൻ്റെ ഹോട്ടലിൽ പോയിട്ട് മത്സ്യമാംസമൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നും അറിയാത്ത പോലെ വന്ന് സീറ്റിലിരുന്ന് വീണ്ടും ജോലി ചെയ്യുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ കേശവൻ അവിടെ ഹോട്ടലിൻ്റെ ഉടമയെ കണ്ടിട്ട് പറഞ്ഞു, അല്ല കീശയിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇപ്പം എൻ്റെ ഈ മാസത്തെ കാശ് എത്രയായി എന്ന് ചോദിച്ചു. ഈ ഉച്ച ഊണ് അവിടെ നിന്നാണ് കഴിക്കണേ, നോണേ. അപ്പോൾ എത്രയായി എന്ന് ചോദിച്ച് കൈ വെച്ചപ്പോൾ ഏത് പൈസ എന്ന് ചോദിച്ചു. ഞാൻ ഊണ് കഴിച്ച ഈ ഒരു മാസം, അയ്യോ അത് ഗുരു തന്നു പറഞ്ഞു. ആര്? ഈ നോൺ വെജിറ്റേറിയനായ കേശവന്റെ ബില്ല് ഗുരു കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇത് ഗുരുവിനോട് ഞാൻ അങ്ങനെ കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടല്ല, ഗുരുവിന് അത് ഇഷ്ടാവില്ലെന്ന് കേശവന് അറിയില്ല. പക്ഷെ ഗുരു അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു താല്പര്യമുള്ള ഒരാളിനെയും കൂടി ഗുരു ഉൾക്കൊള്ളുകയാണ്, തള്ളിക്കളയല്ല. മേലാൽ കേശവൻ ഈസ് ഔട്ട്, ഇന്നു മുതൽ ഈ ആശ്രമത്തിൽ കേശവൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കേശവനെ പുറത്താക്കി ഗുരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അന്ന് വൈകുന്നേരം ചാനലിൽ ഗുരുവാണോ ശരി കേശവനാണോ ശരി എന്നൊരു ചർച്ച വെക്കുക. അന്ന് ചാനലും ദൈവം സഹായിച്ച ചാനലും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതായിരിക്കുമല്ലോ ഡിസ്കഷൻ. എന്നാൽ ഗുരു അങ്ങനെയല്ല ശരി. അയ്യപ്പൻ മാഷ് കല്യാണം കഴിക്കട്ടെ വെച്ചപ്പോൾ കല്യാണം കഴിച്ചോട്ടെ പറഞ്ഞു ഗുരു. കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു. കല്യാണം കഴിക്കാൻ പാടുണ്ടോ ചോദിച്ചു. കല്യാണം കഴിച്ചാലും വേണ്ടില്ല, കഴിച്ചത് ഇങ്ങനെ കൊണ്ടില്ല, ഗുരുവിനെ പ്രശ്നമല്ല. അയ്യപ്പൻ മാഷ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് ഗുരു പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ജാതിയില്ല മതമില്ല ദൈവമില്ല മനുഷ്യനെ എന്നല്ലേ പറഞ്ഞുകൊണ്ട് നടന്നത്. അത് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഗുരുവിന് മറ്റ് ശിഷ്യന്മാർ ഗുരുവിനോട് ഈ പറയുന്നത് ശരിയാണോ, അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുക്കണ്ടേ? ഗുരു ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ ഗുരു കൂടി ഒരു ജാതി ഒരു മതം ദൈവം മനുഷ്യന് മുമ്പിൽ നടക്കുക, മതമില്ല ദൈവമില്ല മനുഷ്യന് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറയുകയും നടന്ന എന്താ സ്ഥിതി? അപ്പോൾ അതിന് പരാതി പറഞ്ഞപ്പോൾ ഗുരു എന്താ പറഞ്ഞത്? അയ്യപ്പൻ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, അവൻ്റെ പ്രവൃത്തിയിൽ ദൈവം ഉണ്ടെന്നാണ്. അപ്പോൾ ദൈവം എവിടെ വേണ്ടതെന്ന് തീരുമാനമായോ? ദൈവം വേണ്ടത് എവിടെയാണ്, പ്രവൃത്തിയിലാണെന്നുള്ള കാര്യം തീരുമാനമായി. ഗുരു ഒറ്റ വാക്കുകൊണ്ടാണ് അത് തീരുമാനിച്ചത്. അവൻ അങ്ങനെ പറഞ്ഞാലും അവൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്. കുമാരു എന്നാണല്ലോ കുമാരനാശാനെയൊക്കെ വിളിച്ചിരുന്നത്, അടുത്ത ശിഷ്യനായതും. ആ കുമാരനാശാനും ഈ വേറെ ഒരു പണിക്കരോ ആരെയൊക്കെ കൂട്ടിയിട്ട് ഈ ശാരദാ മന്ദിരത്തിന് വർക്കലയിൽ പണ്ട് തർക്കലിടാൻ വേണ്ടിയുള്ള സമയത്ത് അവിടെ ചെന്നിട്ട് ഈ കുറ്റിയടിച്ചിട്ട് ഇനി അളവ് പിടിക്കൂലേ, ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ കയറൊക്കെ പിടിക്കൂലേ, അപ്പോൾ ഇങ്ങനെ പിടിച്ച് ചുറ്റളവൊക്കെ കണക്കാക്കി കുറ്റിയടിക്കുന്ന സമയത്ത് ഗുരു അങ്ങോട്ട് ഇറങ്ങി വന്നു. അവ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഗുരു അവിടെ ഒരു ചെറിയ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിന്ന് ഇവരെന്താ ചെയ്യണമെന്ന് നോക്കി ഇങ്ങനെ ഇരുന്നു. അത് അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് ഗുരു ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഗുരു അത് എന്താ തോന്നുന്നതെന്ന് അറിയില്ല വിചാരിച്ചിട്ട് ഇവരെ നിർത്തിയിട്ട് ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു തന്നെ, ഗുരു കള്ളി ശരിയാവണില്ല, ഈ കുറ്റിയടിച്ചിട്ട് കള്ളി ശരിയാവണില്ല, കാരണം പുലി ഇതൊക്കെ കിട്ടണമല്ലോ ഇല്ല വാസ്തു നോക്കുമ്പോൾ. അപ്പോൾ കള്ളി ശരിയാവണില്ല എന്നപ്പോൾ ഗുരു പറഞ്ഞു, അതിനാണ് നിക്കക്കള്ളി എന്ന് പറയാറ്, ഈ ശരിയാകാത്ത കള്ളിക്കാണ് നിക്കക്കള്ളി എന്ന് പറയാന്നാണ് ഗുരു അതിന് തമാശയായിട്ട് പറഞ്ഞത്. എന്നിട്ട് ഗുരു പറഞ്ഞു, ദാ ഞാൻ ഇരിക്കുന്ന ഇവിടെ അടിച്ചിട്ട് അങ്ങ് പിടിച്ചപ്പോൾ ശരിയാവുന്നതാണ്. പിടിച്ചു ശരിയാവുകയും ചെയ്തു. പിടിച്ചു ശരിയാവുകയും ചെയ്തു. അപ്പോൾ ഗുരു ഇതിനൊന്നും ഒരു താർക്കികനല്ല. മഹാത്മാഗാന്ധിയോട് വരെ ഗുരു വാസ്തവത്തിൽ തർക്കിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയോട് ഗുരു തർക്കിച്ച് പല മതസാരവും തന്നെ ആ വിഷയം തന്നെയാണ് ഗുരു മഹാത്മാഗാന്ധി ഗുരുവിനോട് ചോദിച്ചു വൈക്കത്ത് വന്നപ്പോൾ, പിന്നെ അങ്ങയുടെ അഭിപ്രായം എന്താണ്, ഈ ഹിന്ദുമത ആചാരങ്ങൾക്കനുസരിച്ച് മോക്ഷപ്രാപ്തിക്കുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചു ഗുരുവിനോട് ഗാന്ധിജി. അപ്പോൾ ഗുരു പറഞ്ഞു, മോക്ഷപ്രാപ്തി എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ. അപ്പോൾ ഗാന്ധിജി ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തു, അതല്ല ഹൈന്ദവ ധർമ്മപ്രകാരമുള്ള മോക്ഷപ്രാപ്തിയെ പറ്റിയാണ് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങേക്ക് അങ്ങനെയാണെങ്കിൽ പല ജന്മം ജനിക്കേണ്ടി വരും. അതാണ് ഗുരുവിൻ്റെ മറുപടി.
വേറെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളൊന്നുമില്ല. അപ്പോൾ ഗുരു അന്ന് അങ്ങനെ ആരോടെങ്കിലും തർക്കിക്കാനോ കലഹിക്കാനോ ഒന്നും പോകുന്നില്ല. ഗുരു എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ്. എന്തിനപ്പോൾ നമ്മൾ ആലപ്പുഴ ഇവിടെ വാടപ്പുറം ബാവയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ആദ്യം ഇവിടെ യൂണിയൻ ഉണ്ടാക്കിയ ബാവ സെറ്റൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഗുരുവിൽ നിന്ന് പ്രചോദനമൊക്കെ കിട്ടിയ കഥകളൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പുന്നപ്പുറ വയലാറിൻ്റെ ചരിത്രത്തിലൊക്കെ നോക്കിയാൽ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഈ ആലപ്പുഴയിലുള്ളൊരു കയർ ഫാക്ടറി നടത്തിയിരുന്ന ഒരു മുതലാളിയുടെ മകനായിരുന്നു കരുണാകരൻ. ആ കരുണാകരൻ്റെ മുതലാളി ജർമ്മനിക്ക് അയച്ചിട്ട് പഠിപ്പിക്കുകയാണ്. പഠിക്കാനുള്ള കാശുണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. ജർമ്മനിയിൽ അയച്ച് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ്. ഇപ്പോൾ എല്ലാവർക്കും ആൻറ്റിബയോട്ടിക്സ് ഉണ്ടല്ലോ, എന്ത് ഇൻഫെക്ഷൻ വന്നാലും. അതുണ്ടാകുന്നതിന് മുമ്പാണ് ഒരു സന്നിപാത ജ്വരം പിടിപെട്ടിട്ട് ഈ കരുണാകരൻ തീരെ സുഖമില്ലാണ്ടായി ജർമ്മനിയിൽ. ആലോചിക്കണം, മഹാകഷ്ടം. അവിടെ രോഗിയായി കിടക്കുന്നു, അവിടെ ആരുമില്ല, അച്ഛനും അമ്മയൊക്കെ ഇവിടെയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം കിടന്ന ആശുപത്രിയിൽ അദ്ദേഹത്തെ പരിചരിക്കുകയും ചികിത്സിക്കുകയും പൊന്നുപോലെ നോക്കുകയും ചെയ്തിരുന്ന നേഴ്സുണ്ടായിരുന്നു. അവളാണ് മാർഗരറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അവൾ സൂക്കടൊക്കെ മാറി അദ്ദേഹം അവിടുന്ന് പഠനമൊക്കെ പൂർത്തിയാക്കി പിന്നെ തിരിച്ചു വന്നതിന് ശേഷം ഈ മാർഗരറ്റ് തെരഞ്ഞു വരികയാണ്. കരുണാകരൻ അന്വേഷിച്ച് വരും. ഒന്നും അറിയില്ല, ഉള്ള അഡ്രസ്സൊക്കെ വെച്ച് നോക്കി തപ്പി പിടിച്ച് വരുമ്പോൾ ആരാണ്ട് പറഞ്ഞു ഇത്രേ ഒരു വഴിയുണ്ട്, ഗുരുവിനെ കണ്ടാൽ മതി. അപ്പോൾ ഗുരു കരുണാകരൻ്റെ അച്ഛനെ വരുത്തിയിട്ട് പറയണത് മാർഗരറ്റിന് ഈ കരുണാകരനെ വിവാഹം കഴിക്കണം. മാർഗരറ്റ് ഏതാ? മാർഗരറ്റിനെ കരുണാകരന് വിവാഹം കഴിക്കണം. ഗുരു പറയാണ് വിവാഹത്തിന് ആധാരമായിരിക്കേണ്ടത് സ്നേഹമാണ്, മതമല്ല. ഗുരുവിനോട് പ്രഖ്യാപിച്ചിട്ടാണ് ആ കല്യാണം നടന്നത്. ഏണസ്റ്റ് കർക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ദീക്ഷ ചോദിച്ചിട്ട് ഗുരു ഒരു ഷിപ്പിൽ ശ്രീലങ്കയ്ക്ക് അവിടെ പോകുമ്പോഴാണ് ആ ദീക്ഷ കൊടുത്തത്. എന്താണ് കൊടുത്ത ദീക്ഷ അറിയോ? ഒരു കോട്ടാണ്. ഏണസ്റ്റ് കർക്ക് യൂറോപ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള ദീക്ഷ കൊടുത്തു. അപ്പോൾ ഗുരു അതിലൊക്കെ ഒരു കർക്കശക്കാരനല്ല, ഗുരു ഒരു താർക്കികനല്ല. ഗുരു എല്ലാവരെയും ഒരുപോലെ കാണുക എന്ന് പറഞ്ഞാൽ ശരിക്കും കാണൽ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ 4 പേര് ഇവിടെ ഇരുന്ന് സംസാരിച്ചതുകൊണ്ട് ഈ മതസൗഹാർദ്ദമൊന്നും ഉണ്ടാവില്ല. ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റത്തിലും ജീവിതത്തിലും ഉണ്ടാവേണ്ടതാണ്. പെരുമാറ്റത്തിലും ജീവിതത്തിലൊക്കെ ഉണ്ടാകേണ്ടത് ഒന്ന് ദൈവം ഏകനാണെന്നുള്ള ആ വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഏകദൈവത്തിൽ വിശ്വസിക്കണം. എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ ഉപനിഷത്തുകളും എല്ലാം പല മതസാരവും ഏകം എന്ന് ഗുരു പറയാനുള്ള കാരണം അതാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നിങ്ങളിപ്പോൾ ഞാനിവിടെ സംസാരിക്കാത്ത ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് പറയില്ല. കാരണം ഞാനത് പറയാറില്ല. പറയാത്തതെന്ന് വെച്ചാൽ അത് വേറൊരാളാണ് പറയേണ്ടത്. ഞാൻ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചോ ക്രൈസ്തവ ധർമ്മത്തെക്കുറിച്ചോ പറയാം, അവർ ഇസ്ലാമിനെ കുറിച്ച് പറയാം. അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അല്ല ഞാനിവിടെ വന്നിട്ട് ഇസ്ലാം അതിൻ്റെ ഇതൊക്കെ ഞാൻ വിശദീകരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് വേദങ്ങൾ എടുത്തു നോക്കിയാലും ഏത് ഉപനിഷത്തുകൾ എടുത്തു നോക്കിയാലും ബൈബിൾ എടുത്തു നോക്കിയാലും, ബൈബിൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒരു പുസ്തകമൊന്നുമല്ല, 1066 പുസ്തകങ്ങളുണ്ട് ബൈബിൾ എന്ന് പറയുന്നത്. ആ പുസ്തകങ്ങളൊക്കെ പ്രവാചകന്മാരുടെ പല കാലത്തെ പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അതിലെല്ലാം സമാനമായ വാക്യങ്ങൾ കാണാൻ സാധിക്കും. അതും ഉപനിഷത്തുകളും എടുത്തു നോക്കിയാൽ സമാനമായ വാക്യങ്ങൾ കാണാൻ സാധിക്കും. ഇത് രണ്ടും ഖുറാനും എടുത്തു നോക്കിയാൽ സമാനമായ വാക്യങ്ങൾ കാണാൻ സാധിക്കും. എന്താ കാരണം? ദൈവം, ഏകനായ ദൈവം മാനവരാശിക്ക് വേണ്ടി അവരെ നേർമാർഗത്തിലേക്കാക്കുന്നതിന് വേണ്ടി ഓരോ കാലഘട്ടത്തിലും ആളുകൾ അയച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അയക്കപ്പെട്ട ആള് അവർ സംസാരിക്കുന്ന ഭാഷയിലും അവരുടെ പ്രദേശത്തുള്ള സംഭവങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് ദൈവത്തിൻ്റെ സന്ദേശം വിശദീകരിക്കുക. അപ്പോൾ അത് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ആചാരപരമായി ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യനും കൂടി ഒന്നാവില്ല. ക്രിസ്ത്യൻ ആചാരം തന്നെയാണ്, മുസ്ലിമിൻ്റെ നമസ്കാരം വേറെ തന്നെയാണ്, ഹിന്ദു ആചാരം വേറെ. പക്ഷെ മൂല്യങ്ങളൊന്നാണ്. ആ മൂല്യങ്ങളാണ് മതം എന്ന് കാണണം. അതിൽ സത്യം, നീതി, അഹിംസ, ദയ, അവരനെ സഹായിക്കുക എന്നൊക്കെയുള്ളത് ഗുരു അവരനെ സഹായിക്കുന്നതിൽ, അതായത് ദൈവവിശ്വാസം, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത സാധാരണ വെർട്ടിക്കലാണ് എല്ലാവർക്കും വരിക. മേലോട്ടാണ് നമ്മൾ ചിന്തിക്കുക. ദൈവം ഒരു വെർട്ടിക്കലായിട്ടാണ് നമ്മൾ കാണുക. ദൈവത്തിനെ കുറിച്ച് ആളുകൾ അന്വേഷിച്ചത് മേലോട്ടാണ്. ഗുരു ദൈവത്തിനെ ഹൊറിസോണ്ടലായിട്ടാണ്, തിരശ്ചീനമായിട്ടാണ് അന്വേഷിച്ചത്, അപരനിലാണ്. അപ്പോൾ ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ, ഇത് രണ്ടും ഗുരുവിൻ്റെ ദൈവീയ സങ്കല്പത്തിലുണ്ട്. നമ്മൾ സാധാരണ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളെല്ലാവരും അങ്ങനെ മേലോട്ടാണ് വിളിക്കുന്നത്. അപ്പം മേലോട്ടാണ് നമ്മൾ കരുതും. മേലും താഴെയില്ല കേട്ടോ, അത് വേറെ കാര്യം. മേലും താഴെ ഒരു സങ്കല്പമാണ്, മേലെയില്ല താഴെയില്ല. ഞാനിപ്പോൾ തല കുത്തി നിന്നാണ് സംസാരിക്കുന്നതെന്ന് വേണമെങ്കിൽ കരുതാം. ഭൂമി ഉരുണ്ടതാണ്, ഞാൻ അതിൻ്റെ ഇപ്പുറത്താണ് നിൽക്കണമെങ്കിൽ എൻ്റെ തല താഴോട്ടാണ്. നിങ്ങളും ഞാനും ചെറിയ കീടങ്ങളായതുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല എന്ന് മാത്രം.
തല അപ്പോൾ ഇതിന് മേലെയൊന്നുമില്ല, എങ്കിലും മേലോട്ടാണ് കൈ ഉയർത്തുക അല്ലേ? മേലോട്ടാണ് കൈ ഉയർത്തുക. ഗുരു അപരനാണ് അല്ലേ? അപരന് വേണ്ടി അനർഹശം പ്രയത്നം അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി കൃപണത വിട്ട് കൃപാലു ചെയ്യുകയാണ്. അപ്പം അപരനെയാണ് ഗുരു അന്വേഷിക്കുന്നത്. അപ്പം ഗുരുവിൻ്റെ ദൈവസങ്കല്പം വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് തിരശ്ചീനമായിട്ടുണ്ട്, ലംബമാനമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഗുരു അങ്ങനെയുള്ള സർവ്വവിധത്തിലും എല്ലാ വിഭാഗങ്ങളെയും ജീവജാലങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗുരു ഒരു ദൈവസങ്കല്പവും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും മുന്നോട്ട് വെച്ചുള്ളത്. അപ്പം ആ ഗുരുവിനെ ഇപ്പം മുമ്പ് കാലത്ത് ഇങ്ങനെ ഉണ്ടായത് ഞാൻ ചരിത്രം വായിച്ചിട്ടുണ്ട്. ഏവർക്കും ശ്രീനാരായണ സമാജത്തിൽ ചേരാമായിരുന്നു ഇല്ലേ? അങ്ങനെ ഒരു പ്രമേയം ഒരിക്കൽ പാസ്സാക്കിയിട്ടുണ്ട് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്. ആ പ്രമേയത്തെ തുടർന്ന് താങ്കൾ കുഞ്ഞു മുസ്ലിയാർ ഇതിൽ അങ്ങായിരുന്നു, മന്നത്ത് പത്മനാഭൻ ഇതിൽ അങ്ങായിരുന്നു, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളാറിന്റെ യുക്തിവാദി ഇതിൽ മെമ്പറായിരുന്നു. കാരണം എന്താ, എല്ലാവരെയും ചേർത്ത് പ്രവർത്തിക്കണം എന്നൊരു പ്രമേയം ഒരിക്കൽ പാസ്സാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു മുമ്പ്, ചരിത്രത്തിലുള്ള. ഇപ്പോൾ അതുപോലെ അതിന് ശേഷം ഞാനത് കണ്ടത്, ഞാൻ ഈ ഭീലായിൽ, ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ഭീലായിൽ ഒരു ശ്രീനാരായണീയ സമാജത്തിൻ്റെ ഒരു പരിപാടിക്ക് പോയിരുന്നു. ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഭീലായി എന്ന് പറഞ്ഞാൽ റായ്പൂർ പോയിട്ട് ഇവിടുന്ന് ഹൈദരാബാദ് പോയി, അവിടുന്ന് വേറെ ഫ്ലൈറ്റ് കയറി റായ്പൂർ പോയി, റായ്പൂരിൽ നിന്ന് 30 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ ഭീലായിലെത്തും. ഭീലായി എന്ന് പറഞ്ഞാൽ സ്റ്റീൽ പ്ലാന്റ് ഉള്ളതുകൊണ്ട് പണ്ട് അറിയപ്പെട്ടിരുന്നു. ഒരു 1.5 ലക്ഷം മലയാളികളുടെ സ്ഥലമാണ്. ഒരുപാട് ആളുകളുണ്ട് അവിടെ, സ്കൂളും കോളേജൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ശ്രീനാരായണീയരുടെ സമ്മേളനത്തിന് ഇതുപോലെ ഒരു ജയന്തിക്കാണോ സമാധി ദിനത്തിനാണോ എന്നറിയില്ല, ഞാനും പോയിരുന്നു. അപ്പോൾ അന്ന് ഇതേമാതിരി ഈ സ്വാഗതവും അധ്യക്ഷനും ഒക്കെ വായിക്കുമ്പോൾ പിന്നെ ഞാൻ സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിച്ച് ഞാൻ സംസാരിക്കാൻ നിൽക്കുമ്പോൾ അധ്യക്ഷനെ ഞാൻ പേര് നോക്കുമ്പോൾ അധ്യക്ഷൻ്റെ പേര് VK മുഹമ്മദ് എന്നാണ്. ശ്രീനാരായണീയ സമാജത്തിൻ്റെ ആ ഭീലായിലെ പ്രസിഡന്റിൻ്റെ പേര് മുഹമ്മദാണ്. അദ്ദേഹം VK മുഹമ്മദാണ്. അവിടെ ഒരു ബിസിനസ് നടത്തുന്ന ഒരു മലയാളിയാണ്. ഇന്നും അദ്ദേഹം ഈ സമാജത്തിൻ്റെ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള എന്തോ തരത്തിലൊരു നേതാവാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇവിടെ മലയാളികൾ എല്ലാവരും ഇതിലുണ്ട്, ഒരുപാട് പേരുണ്ട്, അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഈ ശ്രീനാരായണീയ സമാജം ഒരുമിച്ചാണ്, അതിലെല്ലാ ജാതി മതസ്ഥരും, പ്രസിഡന്റ് വരെ ഈ മുഹമ്മദാണ് ഉണ്ടായതാണ്. ഇപ്പോഴും ആ മുഹമ്മദ് സ്റ്റിൽ അലൈവ്, ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടാറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരിക്കൽ ബഹ്റൈനിൽ പോയി, ശ്രീനാരായണ സമാജത്തിൻ്റെ ഒരു വലിയ വാർഷികാഘോഷത്തിന് ബഹ്റൈനിൽ പോയി. അതിഗംഭീരമായിട്ടുള്ള സംവിധാനങ്ങൾ ശ്രീനാരായണീയ സമാജത്തിന് ബഹ്റൈനിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. അവിടെ ഞാനിത് കണ്ടു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അതിനകത്ത് വരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു അവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ള ചിന്തയിൽ നിന്നും അവർ പരസ്പരം സ്നേഹിക്കുകയും കലഹിക്കാതിരിക്കുകയും ഒരുമിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ അതേപോലെ ഈ വിശ്വാസ പ്രമാണങ്ങളൊക്കെ നോക്കിയപ്പോൾ ഏത് വേദങ്ങൾ എടുത്താലും ഉപനിഷത്തുകൾ എടുത്താലും അതിലൊക്കെ ഓരോ മെസ്സേജസ് ഉണ്ട്. അത് വായിക്കാതെ നമ്മൾ വിട്ടുപോയിട്ട് നമ്മളതൊക്കെ വേറെ തരത്തിലാക്കി പോയത്. അപ്പോൾ ക്ഷേത്രങ്ങൾ, ഇന്ത്യയിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ, ഞാൻ ഒരുപാട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ള ആളാണ്. ആ ക്ഷേത്രം സന്ദർശിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കംബോഡിയയിലാണ്, ഇന്ത്യയിലല്ല. ലക്ഷോപലക്ഷം ക്ഷേത്രങ്ങളിലെ ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിൾ അങ്കോർ വാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അത് കംബോഡിയയിലാണ്. അത് ഒരു ഹെലികോപ്റ്റർ ഇട്ട് മേലെ കറങ്ങിയാൽ ആ ക്ഷേത്രം മുഴുവൻ ചുറ്റളവ് കാണാൻ സാധിക്കുള്ളൂ, അത്രയും വലിയ ടെമ്പിൾ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഇന്തോനേഷ്യയിൽ പിന്നെ അവിടുത്തെ എയർലൈൻസിൻ്റെ, ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും മുസ്ലിങ്ങളും ഉള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നുമല്ല, ഇന്തോനേഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത്. അവരുടെ എയർലൈൻസിൻ്റെ പേര് ഗരുഡ എയർലൈൻസ് എന്നാണ്. അവരുടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മാതിരില്ല, അവരുടെ റിസർവ് ബാങ്കിൻ്റെ പേര് കുബേര ബാങ്ക് എന്നാണ്. കുബേര, ഗരുഡ എയർലൈൻസ്. അവരുടെ ട്രാൻസ്പോർട്ടിൻ്റെ സംവിധാനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഭാഗീരഥി ട്രാൻസ്പോർട്ട് എന്നാണ്. അവിടെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. കാരണം ഈ രാമകഥകളും അതുപോലുള്ളതെല്ലാം പ്രചരിച്ച് അവരുടെയൊക്കെ സാംസ്കാരികമായി നമ്മൾ ഇടകലർന്നിരിക്കുകയാണ്. ഈ സാംസ്കാരികമായി കലർന്നവരാണ് മനുഷ്യൻ. അതുകൊണ്ട് ഗുരു പറഞ്ഞ വളരെ സത്യമാണ്. നമ്മൾ അവരെ വേർതിരിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ ഇടകലർന്നവരാണ്. പരിശുദ്ധമായ ശുദ്ധരക്തം എന്ന് പറയുന്ന ഒരു രക്തം ഒരു മനുഷ്യനും ഇല്ല, വെറുതെ തോന്നുന്നതാണ്. സയൻറ്റിഫിക്കലി ഇറ്റ് ഈസ് റോങ്. കാരണം ചരിത്രം, പിന്നെ ആർക്കിയോളജി, പുരാവസ്തു ഗവേഷണ ഇതുണ്ടല്ലോ, ആർക്കിയോളജി, പാലിയന്റോളജി, ആന്ത്രപ്പോളജി, ജനറ്റിക്സ്, ജനിതക ശാസ്ത്രം, ഈ ശാസ്ത്രങ്ങളെല്ലാം കൂടി ശാസ്ത്രജ്ഞന്മാർ
പിന്നെ പരിശോധിച്ചിട്ട് മനുഷ്യവംശത്തിൻ്റെ ചരിത്രം നോക്കി അവർ കണ്ടെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് മനുഷ്യൻ ആദ്യം ഉണ്ടായത് ആഫ്രിക്കയിലാണെന്നാണ്. അവരുടെ തെളിവതാണ്. ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ മുമ്പിലുള്ള തെളിവതാണ്. ആഫ്രിക്കയിലെ ജിബൂട്ടി, എരിത്രിയ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് സാഗ്രോസ് മലയിൽ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ്റെ ഫോസിൽ വെച്ച് പരിശോധിച്ചിട്ടാണ് അവർ ഇങ്ങനെ കണ്ടെത്തി. ആ മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് അന്നം തേടി, ആഹാരം തേടി നടന്ന് നദീതീരങ്ങളിലും അവിടെ ഇവിടെയൊക്കെ കൂടിയിരുന്ന് അങ്ങനെ ഇന്നത്തെ മനുഷ്യനായി. അത് 1 ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് അങ്ങനെ ആയിത്തീരുന്നത്. അത് ഒറ്റ പോക്കല്ല, യാതൊരു സൗകര്യങ്ങളില്ല. ആഹാരമാണ് പ്രശ്നം. തേടി നടന്നിട്ട് കലർന്നു വന്നവരാണ്. ആ പോരുന്ന വരവിൽ പരസ്പരം ഇണ ചേർന്നിട്ടുണ്ട്, കലഹിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, ചത്തിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്, പ്രണയിച്ചിട്ടുണ്ട്, എല്ലാം അവരനുഭവിച്ച് അങ്ങനെ വന്നാണ്. അപ്പോൾ എല്ലാം മനുഷ്യരും കലർപ്പാണ്. നിങ്ങളും ഞാനും ഇവിടെ ഇരിക്കുമ്പോൾ ഗുരു പറഞ്ഞതിൻ്റെ സത്യം തെളിയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, നിങ്ങളെ DNA പരിശോധിച്ചാൽ മതി. നമ്മളെല്ലാവരും DNA പരിശോധിക്കുക. ഞാൻ ഈ വെറുതെ പ്രസംഗിക്കാൻ വേണ്ടി പറയുകയാണോ എന്ന് അറിയണമെങ്കിൽ ആ DNA പരിശോധിച്ചാൽ നമ്മുടെ DNA-യിൽ ജനിതക ശാസ്ത്രപ്രകാരം നമ്മൾ പലതും കലർന്നാണെന്ന് കാണാൻ സാധിക്കും. നമ്മളിൽ ആഫ്രിക്ക ഉണ്ടാവും, നമ്മളിൽ ഇന്തോനേഷ്യ ഉണ്ടാവും, നമ്മളിൽ പിന്നെ കസാക്കിസ്ഥാൻ ഉണ്ടാവും, വേറെ രാജ്യങ്ങളുണ്ടാവും, ഇന്ത്യ ഉണ്ടാവും. ഈ ഇന്ത്യ എന്നൊക്കെ പറയുന്ന രാജ്യം തന്നെ ഉണ്ടായത് 75 കൊല്ലം മുമ്പല്ലേ. അതിന് മുമ്പ് ഇന്ത്യ ഇല്ല, ഈ ഭൂമിയുണ്ട്, ഇന്ത്യയില്ല. ബ്രിട്ടീഷുകാരാണത് ഇന്ത്യ ആക്കിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ 550 രാഷ്ട്രങ്ങളായിരുന്നു, ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. അത് സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ VP മേനോൻ, നമ്മുടെ മലയാളിയായിട്ടുള്ള വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന് പറയാം, ഒറ്റപ്പാലത്തുകാരന്, അദ്ദേഹവും കൂടി ചേർന്ന് ഒരു നിയമം പാസ്സാക്കി, പാർലമെന്റ് പാസ്സാക്കി നിയമം നടപ്പിലാക്കിയിട്ടാണ് ഈ നാട്ടുരാജ്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത്. ആ നാട്ടുരാജ്യങ്ങളെല്ലാം ചേർന്നപ്പോഴാണ് ഇന്നത്തെ ഇന്ത്യ, ഈ കാണുന്ന പോലെയുള്ള അതിരുകളിലുള്ള ഇന്ത്യയായി തീർന്നത്. മനുഷ്യൻ പേരിട്ടതാ, രാജ്യങ്ങൾക്കും പേരിട്ടതാ. എല്ലാ പേരും മനുഷ്യർ തന്നെ ഇടുന്നത്. ഇപ്പൊ നമ്മൾ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആന ഇതിൽ കൊണ്ടുപോകുമ്പോൾ ആനക്ക് അറിയില്ല താനാണ് ആന എന്ന്, അറിയോ? അത് ആരിട്ടതാ? നമ്മളിട്ട പേരാ. നമ്മൾ പട്ടിയെ കാണുമ്പോൾ പട്ടി എന്ന് പറയുന്നു, പൂച്ചയെ കാണുമ്പോൾ പൂച്ച എന്ന് പറയും. പക്ഷേ പൂച്ച ഡസ് നോട്ട് നോ ദാറ്റ്, പട്ടി ഡോണ്ട് നോ ദാറ്റ് ഈസ് ദ പട്ടി. ഞാനാണ് പട്ടി എന്ന് പട്ടിക്കാരനോടാ. അതേമാതിരി നമ്മൾ പേര് വിളിക്കുകയാണ്. ഓരോ രാജ്യത്തിനും ഓരോ പ്രദേശത്തിനും പേരുണ്ടാവുകയാണ്. അതുപോലെ നമുക്കും ഓരോ പേരുകൾ വരികയാണ്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ പേരൊക്കെ അധികം അറേബ്യൻ ഭാഷയിലായിരിക്കും. ക്രിസ്ത്യൻസിൻ്റെ പേര് മിക്കവാറും ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നോ ലാറ്റിൻ നിന്നോ ഒക്കെ വന്നായിരിക്കും, അല്ലേ? ഒരു സോളമൻ എന്ന് പറയും, ഞങ്ങൾ സുലൈമാൻ എന്ന് പറയും. ജോസഫ് എന്ന് പറയും, ഞങ്ങൾ യൂസഫ് എന്ന് പറയും. അബ്രഹാം എന്ന് പറയും, ഇബ്രാഹിം എന്ന് പറയും. അത് ഓരോ ലാംഗ്വേജ് ഡിഫറൻസ് ആണ്. ഒക്കെ ഒന്ന് തന്നെയാണ്, ഒക്കെ ഒന്ന് തന്നെ. ഇപ്പൊ ലൈല എന്ന് പറയും ഹിന്ദുക്കൾ കൂട്ടത്തിലും, ലൈലയുടെ മുസ്ലിങ്ങളിലും ലൈലുണ്ട്. ലൈല എന്ന് പറഞ്ഞാൽ രജനിയാണ്, ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്, രജനി. അപ്പോൾ അതേമാതിരി എല്ലാ പേരും അർത്ഥം നോക്കിയാൽ ഓരോ ഭാഷ കലർന്ന് വന്നതാണ്. ഇപ്പൊ കേരളം ഭരിച്ചൊരു രാജാവിന്റെ പേരാണ് കടൽ പിറകോട്ടിയ സെൽ കേൽ കുട്ടവൻ. നിങ്ങൾ തിരുവിതാംകൂർ രാജാവിനെയും കൊച്ചി രാജാവിനെയും കേട്ടിട്ടുണ്ടോ? പക്ഷേ കടൽ പിറകോട്ടിയ സെൽ കേൽ കുട്ടവനെ കേട്ടിട്ടുണ്ടോ? യാനൈ കാച്ചി മന്ദരം ചേരൽ ഇരുമ്പോറൈ കേട്ടിട്ടുണ്ടോ? നെടും ചേരലാത്തനെ കേട്ടിട്ടുണ്ടോ? പെരും ചേരലാത്തനെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ കേരളം ഭരിച്ച രാജാക്കന്മാരാണ്. അതുപോലെ നമ്മൾ അശോക ചക്രവർത്തിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ഈ സൗത്ത് ഇന്ത്യ ഭരിച്ചിട്ടില്ല. ഈ അശോകനും അക്ബറും ഇവരാരും ഈ നമ്മളെ ഭരിച്ചിട്ടില്ല. അതൊക്കെ വേറെ നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാണ്. നമ്മൾ വിചാരിച്ച അശോകൻ നമ്മളെ വലിയ രാജാവായിരിക്കും, പക്ഷെ നമ്മളെ ഭരിച്ചിട്ടില്ല. നമ്മളെ ദക്ഷിണേന്ത്യ അവരെ കയ്യിലില്ല. അതുപോലെ ഇപ്പോൾ പേരുകൾ, ഹിന്ദു എന്നുള്ള പേര് എവിടെ നിന്ന് വന്നാൽ? ഓരോ പേര് അങ്ങനെ വരുന്നതാണ്. ഹിന്ദു എന്നുള്ള പേര് ഹിന്ദാണ്, അതൊരു ജിയോഗ്രഫിക്കൽ നെയിമാണ്, ഭൂമിശാസ്ത്രപരമായ പേരാണ്. കാരണം എന്താ? സിന്ധു നദിയുടെ ഇപ്പുറത്ത് താമസിക്കുന്നവരെ മുഴുവൻ പേർഷ്യക്കാരെ വിളിച്ച പേരാണ് ഹിന്ദു, ഈ പ്രദേശം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ഹിന്ദു ആണ്, ഞങ്ങളെല്ലാവരും ഹിന്ദുക്കളാണ്. അതൊരു ജിയോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായ പേരാണ്. ഞങ്ങളെല്ലാം ചെട്ടികുളങ്ങരക്കാരാണ്, ഞങ്ങളെല്ലാം മാവേലിക്കരക്കാരാണെന്ന് പറയുന്നത് പോലെയാണ് ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു പ്രദേശത്തിൻ്റെ പേരാണ്. സിന്ധു നദിയുടെ ഇപ്പുറത്തുള്ള ആ പേരിട്ടത് ഇറാൻ ഭാഷയിലാണ്, പേർഷ്യൻ ഭാഷയിലാണ്. ആ പേർഷ്യൻ ഭാഷയിൽ നിന്ന് സിന്ധു നദീ തീരത്ത് താമസിക്കുന്നവരെ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നതിന് പകരം അവർക്ക് സിന്ധുക്കൾ എന്ന് വിളിച്ചുകൂടായിരുന്നു. വിളിക്കാൻ വയ്യ. കാരണം എന്താ? അവരുടെ ഭാഷയിൽ ആദ്യം സ എന്ന് വന്നാൽ ഹ എന്നാണ് ഉച്ചരിക്കുക. അത് വേറെ സ്ഥലങ്ങളിലുണ്ട്. ജപ്പാനിലെ രാജാവിൻ്റെ പേര് ഹിരോഹിത്തോ എന്നാണ്. ശരിക്കും അയാളുടെ പേര് സുരോ-സുത്തോ എന്നാണ്, സൂര്യസുതൻ എന്നാണ്, സൂര്യപുത്രനാണ് ആ രാജാവ്. അവർ സുരോ സുതോ എന്ന് പറയാത്തത് കൊണ്ട് അവർ ഹിരോഹിത്തോ എന്നാണ് പറയുന്നത്. ഈ ഗുജറാത്തിൽ തന്നെ പിന്നെ സവേര എന്നാണ് നമ്മൾ പ്രഭാതത്തിന് പറയുക, സാഞ്ചെ എന്നാണ് പിന്നെ വൈകുന്നേരത്തിന് പറയുക. അവിടെ ചില സ്ഥലങ്ങളിൽ ഹാഞ്ചെന്നും ഹവാര എന്നും പറയും, ഈ സാ പറയാത്ത സ്ഥലങ്ങളിൽ. അപ്പം അങ്ങനെ മനുഷ്യൻ്റെ ലാംഗ്വേജസ് ഒക്കെ വളർന്ന്, മനുഷ്യൻ വളർന്ന്, പരസ്പരം കലർന്ന്
അങ്ങനെ വരുമ്പോൾ DNA പരിശോധിച്ച് നമ്മളെല്ലാവരും ഒന്നാമത് മനസ്സിലാവും, ഒരു ജാതിയാണെന്ന് മനസ്സിലാവും. ഒരു ജാതി പറഞ്ഞാൽ ഏത് ജാതി? മനുഷ്യജാതി അല്ലേ? അത് ഗുരു തന്നെ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ആരാണ്ട് ചോദിച്ചില്ലേ, എന്താ പേര് എന്ന് അല്ലേ? കൂടിയ ഒരാൾ ചോദിച്ചാണ്, എന്താ പേര് എന്ന്. ഗുരു പറഞ്ഞു, നാരായണൻ. വേറൊന്നുമില്ലേ ഇതിൻ്റെ കൂടെ? ചേർക്കാനൊന്നുമില്ലേ? വാലൊന്നുമില്ലേന്ന് ചോദിച്ചാണ്. വേറെ ഒന്നുമില്ലേന്ന് ചോദിച്ചു. എന്തായത്? അപ്പോൾ എന്താ ജാതി എന്ന് ആൾ ചോദിച്ചു. ഇപ്പോൾ ഗുരു പറഞ്ഞു, കണ്ടിട്ട് മനസ്സിലായില്ല ചോദിച്ചു. ഇല്ലായിരുന്നു. കണ്ടിട്ട് മനസ്സിലാകാത്ത ഒരാൾക്ക് പറഞ്ഞാൽ പിന്നെ എങ്ങനെ മനസ്സിലാക്കി ചോദിച്ചു. സംഗതി കഴിഞ്ഞു. പശുവിൻ്റെ വർഗം വംശം ജാതി എന്ന് പറഞ്ഞാൽ പശുത്വമാണ്, മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ്. അതാണ് ഗുരു രാവിലെ വരുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവിടെ ശശീന്ദ്രൻ പറഞ്ഞല്ലോ, ഇതൊരു വിശ്വമാനവികതയുടെ കേന്ദ്രമാണ്. വിശ്വമാനവികത തന്നെയാണ്. മനുഷ്യവംശം ഉണ്ടായത് മുതൽ ഇതുപോലുള്ള ഇതുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കർക്കിടക മാസമാകുമ്പോൾ നമ്മുടെ നാട്ടിലെല്ലാവരും രാമായണം വായിക്കും. രാമായണം കർക്കിടക മാസത്തിൽ വായനയൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് അധികകാലമൊന്നും ആയിട്ടില്ല. പക്ഷേ ആ രാമായണം അങ്ങനെ നമ്മൾ വായിക്കില്ലാണ്ട് രാമായണത്തിൽ എന്താണ് ആ മെസ്സേജ്, എനിക്ക് എന്താണ് കിട്ടണമെന്ന് ഞാൻ മനസ്സിലാക്കാഞ്ഞാൽ കാര്യമില്ലല്ലോ. ഇപ്പോൾ രാമായണത്തിൽ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നു, മാരീചൻ വന്നു, മാനൻ്റെ വേഷത്തിൽ വന്നു. ഇപ്പോൾ മാരീചൻ ഓൺലൈനിൽ വരാട്ടോ. നമ്മളെ കുട്ടികളോട് ശ്രദ്ധിക്കാൻ പറയണം. മാരീചന്മാർ ഓൺലൈനിൽ വരുന്ന കാലമാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ടെലഗ്രാമിലും ഒക്കെ മാരീചൻ വരുന്നുണ്ട്. അപ്പം മാരീചൻ വന്നിട്ട് മാരീചൻ്റെ ഇത് വന്ന് മാനൻ്റെ വേഷത്തിൽ വന്ന് സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ സീത പുഷ്പക വിമാനത്തിൽ നിന്ന് താൻ പോയ വഴി ലക്ഷ്മണനും രാമനും മനസ്സിലാക്കി കുട്ടിയച്ച് തൻ്റെ ആഭരണങ്ങൾ ചിലത് പൊതിഞ്ഞ് ഒരു കിഴി കെട്ടി താഴോട്ടിട്ടിരുന്നു. അത് രാമനും ലക്ഷ്മണനും കിട്ടി. അത് വളരെ വിഷമിച്ച് ഈ സീത അന്വേഷണം എടുക്കുന്ന അവർക്കത് കിട്ടിയത് തുറന്നു നോക്കുമ്പോൾ അതിൽ നിന്ന് ആദ്യം കിട്ടിയതൊരു വളയാണ്, തോൾ വള എന്ന് പറയും. ഇവിടെ ഇടുന്നൊരു വള. ഇപ്പം അങ്ങനത്തെ വളയില്ല. അത് ലക്ഷ്മണന് കാണിച്ചു കൊടുത്ത് രാമൻ, ഇത് ചേട്ടത്തീരാണോ നോക്കാമെന്ന്. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു വള ചേട്ടത്തി ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു അരഞ്ഞാണ് കിട്ടി. അരഞ്ഞാണ് കാണിച്ചു കൊടുത്തപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല ചേട്ടത്തി ഇങ്ങനെ ഒരു ആവരണം ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവസാനം പാദസരം കിട്ടി. പാദസരം കാണിച്ചു കൊടുത്തപ്പോൾ ലക്ഷ്മണൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേട്ടാ ഈ പാതാരവിന്ദങ്ങളിലാണ് ഞാൻ എന്നും നമസ്കരിച്ചിരുന്നത്. എന്ത് മനസ്സിലായി? ജ്യേഷ്ഠ പത്നിയോട് എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലായി. അമ്മ സുമിത്ര പോന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തു. സുമിത്ര പറഞ്ഞ, ഇന്നു മുതൽ നിന്റെ അച്ഛൻ രാമനാണ്, ദശരഥനല്ല. നിന്റെ അമ്മ ഞാനല്ല, ആ വരുന്ന സീതയാണ്. നിന്റെ രാജ്യം അയോധ്യയല്ല, കാടാണ്. അപ്പം ആ അമ്മ പറഞ്ഞ വാക്ക് പാലിക്കുന്ന അനിയനാണ് ലക്ഷ്മണൻ. ആ ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള ബന്ധം, സഹോദര്യ ബന്ധം, ആ ജ്യേഷ്ഠ പത്നിയോട് ഇയാൾക്ക് അമ്മയോട് തോന്നുന്ന പോലുള്ള ബഹുമാനം, ഇതൊക്കെ അതിലുണ്ടെന്ന് മനസ്സിലാക്കാനാണ് ഇത് വായിക്കാൻ പറഞ്ഞത്. നമ്മളതൊന്നും ആലോചിച്ചിട്ടല്ല ഇത് വായിക്കുന്നത്. ഇപ്പോൾ മഹാഭാരതം അതും ഒരു യുദ്ധകഥയാണ്. ആ മഹാഭാരതത്തിൽ ഞാൻ നിർത്താം. ഈ മഹാഭാരതത്തിൽ പൊതുവെ ഒരു വിഹക വീക്ഷണം, ഒരു ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയും. ഇപ്പോൾ വിഹക വീക്ഷണം നടത്തിയാൽ കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. എന്താ അത് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഈ ധർമ്മത്തിൻ്റെ പക്ഷത്ത് ആൾ കുറവായിരിക്കും എന്ന് മനസ്സിലാവും. മഹാഭാരതം വായിച്ചാൽ 5-6 പേരുള്ളൂ, കൃഷ്ണനടക്കം അല്ലേ? അധർമ്മത്തിന് 100 ആളുണ്ട് ചുരുങ്ങിയത്. അപ്പം ധർമ്മത്തിന് ആൾ കുറവായിരിക്കും, അധർമ്മത്തിന് കൂടും. പിന്നെയോ വലിയ കാരണവന്മാരായിട്ടുള്ള എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ആളുകൾ ചില കാര്യങ്ങളൊന്നും പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എന്ന് വരും എന്ന് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാക്കുക? ഭീഷ്മാചാര്യർ പറഞ്ഞാൽ എല്ലാവരും കേൾക്കുമായിരുന്നു. ആ ഭീഷ്മാചാര്യർ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ അത് ചെയ്യരുത് മക്കളെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടാവുമായിരുന്നില്ല എന്നാണ്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞില്ല. പറയേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാരണവന്മാർ പറയേണ്ട സമയത്ത് പറഞ്ഞോളന്നില്ല എന്നതിൻ്റെ അർത്ഥം അല്ലേ? പിന്നെ 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും കാര്യമില്ല, കരച്ചിലാണ് വിധിയെന്ന് സീതയിൽ നിന്ന് മനസ്സിലാവും. ഏത് തരം ഭർത്താക്കന്മാർ? ചില്ലറക്കാരല്ല, നല്ല മല്ലന്മാരായിട്ടുള്ള 5 ഭർത്താക്കന്മാർ പാഞ്ചാലിക്കുണ്ട്. ആ ഭർത്താക്കന്മാർ 5 പേരുണ്ടായിട്ടും ആ പാഞ്ചാലിയുടെ ജീവിതം എന്നും കരച്ചിലും പിടിച്ചിലുമായിരുന്നു അല്ലേ? അപ്പം എന്ത് മനസ്സിലായി? അതുപോലെ ഭരണകൂടത്തിന് കണ്ണില്ല എന്നുള്ളതാണ് വേറൊന്ന് മനസ്സിലാക്കുക. അതെന്താ കണ്ണില്ലാത്തത്? ഭരണകൂടം ധൃതരാഷ്ട്രമാണ്, അദ്ദേഹം അന്ധനാണ്. അപ്പോൾ ഭരണകൂടത്തിന് ഇപ്പോഴും കണ്ണില്ല. നിങ്ങൾ നോക്കിക്കൊള്ളുന്നത് അതാണ് തൊഴിലാളിക്ക് കൂലിയില്ല എന്നൊക്കെ പറയാൻ കാരണം ധൃതരാഷ്ട്രയുടെ ഭരണമായതുകൊണ്ടാണ്. ഭരണകൂടത്തിന് കണ്ണില്ല. ധർമ്മത്തിൻ്റെ പക്ഷത്ത് ആൾ കുറവാണ് അല്ലേ? അധർമ്മത്തിന് ആൾ കൂടുതലാണ് അല്ലേ? പറയേണ്ട കാരണവന്മാർ പറയേണ്ട ഒന്നും പറയണില്ല എന്നുള്ള പ്രശ്നം വേറെ ഉണ്ട്. അതിനപ്പുറത്തുള്ളൊരു ഏറ്റവും അപ്പോൾ ഒരു നിരാശാജനകമാണോ മഹാഭാരതം? അല്ല. അതിൽ ആശ നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഭാഗം ധർമ്മത്തിൻ്റെ പക്ഷത്ത് ആൾ കുറവാണെങ്കിലും ദൈവം ആ പക്ഷത്തായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ മെസ്സേജ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ മഹാഭാരതം അങ്ങനെയുള്ള വീക്ഷണത്തിലൂടെ നോക്കണം.
അപ്പോൾ ഗുരു എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഗുരു. ഈ മഹാഭാരതവും ഈ രാമായണവും വേദങ്ങളും ഉപനിഷത്തുകളും ബൈബിളും ഖുർആനൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അല്ലേ. അതുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളതാണ് യേശു, ജീസസ് ക്രൈസ്റ്റ്. മത്തായി 5:44 ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, എന്തെന്നാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും തൻ്റെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ പോലെ നാമമായി തീരുവാൻ ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞു. നിങ്ങളെ സ്നേഹിക്കുന്ന ചുങ്കക്കാരെ സ്നേഹിക്കുന്നുണ്ട്, ശാസ്ത്രിമാരും തമ്മിൽ സ്നേഹിക്കുന്നു. അതല്ല, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതിൽ എന്താണ് അർത്ഥം? അപ്പൊ ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, എന്നാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നാമം സൽഗുണ സമ്പൂർണ്ണതായി തീരുവാൻ ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. 5:44 മത്തായി. ദൈവം ഏകനാകുന്നു. ഖുർആൻ കുൽ ഹുവല്ലാഹു അഹദ്. ദൈവം ഒന്നു മാത്രമേ ഉള്ളൂ. അവന് പങ്കുകാരില്ല, അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിച്ചിട്ടുമില്ല, അവനെപ്പോലെ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഏകത്വം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ബൈബിളിൽ മാർക്കോസ് 12-ാം അധ്യായത്തിൽ 29-30 യേശു പറയാണ്, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാകും. ആ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു അല്ലേ. ഏക ഏവ ഏക ഏവ ഏക ഏവ എന്നാണ് വേദങ്ങൾ മുഴുവൻ ഇരിക്കുന്നത്. ഏക ഏവ, ഒന്ന് മാത്രമേ ഉള്ളൂ. ഏകം സത്വിപ്ര ബഹുധാ വദന്തി. സത്യം ഒന്നു മാത്രമേ ഉള്ളൂ. ഏതൊന്നും അറിഞ്ഞാൽ ഇനി വേറൊന്നും അറിയേണ്ടതില്ല. അയ്യോ, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതാണ് ഉദ്ദാലകൻ ചേതകേതുവിന് പറഞ്ഞു കൊടുത്ത്, അത് തത്വമസി, അത് നീ തന്നെയാകുന്നു. അപ്പോൾ ദൈവം നിന്നിലുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ഒരു ധാരണ, അത് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്ത്, നമ്മുടെയൊക്കെ ഒരു ധാരണ എന്താ വെച്ചാൽ നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടു, ദൈവം നമ്മളെയൊക്കെ അങ്ങ് പടച്ചു വിട്ടു. ഇനി നമ്മൾ ഇഷ്ടം പോലൊക്കെ ജീവിക്കും. ഇനി നമ്മൾ ഇടയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് ദൈവമേ അടുത്ത ലോകത്തെ ഇനി ദൈവത്തിനെ കാണുള്ളൂ എന്നുള്ള ധാരണയിൽ നമ്മൾ നടക്കണം. ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി റോങ്. ദൈവം ഇവിടെയാണ്, ഇപ്പോഴാണ്. ഇപ്പൊ ഈ നമ്മുടെ ഇടയിൽ നമ്മോടൊപ്പം ഈ ദൈവമുണ്ട്. ഈ ദൈവം സൃഷ്ടി അവസാനിപ്പിച്ചിട്ട് പിന്നെ പരലോകത്ത് വരുമ്പോൾ ശിക്ഷിക്കാൻ വേണ്ടി അവിടെ കാത്തിരിക്കുന്നത് എഴുതല്ല. ദൈവം ഒരു സൃഷ്ടാവ് മാത്രമല്ല, സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സൃഷ്ടി കർമ്മങ്ങളാണ് പൂർത്തിയായി, ഇനി വേറെ പണിയൊന്നുമില്ല. ഇനി ഇവരൊക്കെ മടങ്ങി വരുമ്പോൾ അവരൊക്കെ കണക്ക് നോക്കിയിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി. അതല്ല, ആ ദൈവം ഇവിടെയുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് മാത്രമല്ല, ഗുരു പറഞ്ഞു സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും നീ തന്നെ. ഇതാണ് ദൈവം. താങ്ക് യു. ഉദ്ഘാടനം ചെയ്തായിരിക്കും.